BJP പ്രക്ഷോഭകർക്ക് നേരെ നടത്തിയ നികൃഷ്ടമായ പരാമർശങ്ങളിൽ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ പ്രതിഷേധം കനക്കുന്നു. പരാമർശം സമൂഹത്തിൽ വിദ്വേഷം പടർത്താനുള്ള സംഘപരിവാർ നേതാക്കളുടെ ആസൂത്രിത ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് SFIയും AIYFും DGPക്ക് പരാതിയും നൽകി. എന്നാൽ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു BJP നേതാവും MLAയുമായ V മുരളീധരന്റെ പ്രതികരണം. അതേസമയം CJP പ്രക്ഷോഭത്തിന് പിന്നിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ആസൂത്രണമാണെന്ന് ആരോപിച്ച് RSS മുഖപത്രം ഓർഗനൈസറിൽ ലേഖനവും പ്രത്യക്ഷപ്പെട്ടു. സമരത്തിനും അതിൽ പങ്കെടുത്തവർക്കുമെതിരെ RSS നേതാക്കളും മുഖപത്രവും നടത്തുന്ന അധിക്ഷേപങ്ങൾക്ക് പിന്നിലെന്ത്? ആദ്യം കാണാം RD എക്സ്ട്രാ. CJP സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നതടക്കമുള്ള അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് TG മോഹൻദാസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത്. ഇടതുപക്ഷ, ജനാധിപത്യ, മതനിരപേക്ഷ, വർഗ ബഹുജന സംഘടനകളിൽ ഉള്ളവർ ഈ പരിപാടികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നും മോഹൻദാസിന്റെ അധിക്ഷേപം. യൂട്യൂബിലെ മറ്റൊരു വീഡിയോയിൽ തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്ന് മോഹൻദാസ് പറഞ്ഞിരുന്നു. സമരത്തെ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ശാന്തമാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ശേഷം ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾക്കെതിരെ കനത്ത വിമർശനമാണ് ഉയരുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും മോഹൻദാസ് ഗുജറാത്ത് കലാപം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേസമയം CJP പ്രതിഷേധത്തിനു പിന്നിൽ ചൈനീസ് ചാരന്മാരാണ് എന്നായിരുന്നു RSS മുഖപത്രം ഓർഗനൈസറിലെ ആക്ഷേപം. MA ബേബിയുടെ നേതൃത്വത്തിൽ SFI നേതാക്കളായ ആദർശ് M സജിയും ഐഷി ഘോഷും ചൈനീസ് എംബസി സന്ദർശിച്ചത് അന്വേഷിക്കണമെന്നും സമരത്തിനിടെ ബെയ്ജിംഗുമായി ആശയവിനിമയം നടത്തിയെന്ന് പരിശോധിക്കണമെന്നും ഓർഗനൈസറിലെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. TG മോഹൻദാസ് ഇങ്ങനെ ആദ്യമായല്ല ഇത്തരത്തിൽ ഈ ലെവലിലുള്ള പരാമർശം ആദ്യമായിട്ടാണ് നടത്തി കാണുന്നത്. എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ എല്ലാ അതിർത്തികളും കടന്നു പോയിരിക്കുന്നു TG മോഹൻദാസിൻ്റെ പരാമർശങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് എങ്ങനെയാണ് ഇത് നോക്കിക്കാണേണ്ടത്? അല്ല, നിശ്ചയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഇതുവരെ തോൽക്കാതെ ഇരുന്ന 10-12 കൊല്ലമായിട്ട് തോറ്റിട്ടേ ഇല്ലാത്ത, ഇനി ഒരിക്കലും തോൽക്കാനും പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന മനോനിലയിൽ നിന്ന് വരുന്ന, എന്നാൽ പോലും ഇങ്ങനെ വരുമോ എന്ന അത്ഭുതം ഉണ്ടാക്കുന്ന അത്രക്ക് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള, അങ്ങേയറ്റം തള്ളിക്കളയേണ്ടുന്ന, ഏറ്റവും കൂടിയ നമ്മുടെ വാക്കുകളിൽ തള്ളിപ്പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മൾ ഇതിപ്പോൾ ഒരു മാനസിക അപഭ്രംശമുള്ളൊരു ആൾ എന്തോ അയാൾക്ക് തോറ്റു എന്ന് തോന്നുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ മനോവിഷമത്തിൽ വിളിച്ചു പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് തള്ളിക്കളയാവുന്നൊരു സ്ഥിതിയല്ല ഇത് എന്ന് നമുക്കറിയാം. അതായത് അതുകൊണ്ടാണ് അത് ഗൗരവമുള്ളതായി മാറുന്നത്. ആരാണ് ഈ TG മോഹൻദാസ്? BJP ബൗദ്ധിക സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറായിരുന്നു ഇയാൾ. ബൗദ്ധിക സെൽ, ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു TG മോഹൻദാസ്. ബുദ്ധിജീവിയാണ്, അവരുടെ ബുദ്ധിജീവി. 97-ൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമല്ല അയാൾ. 2006-ൽ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു ഇയാൾ, ഈ TG മോഹൻദാസ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും മാനസിക അപഭ്രംശം ഉണ്ടായിരിക്കുന്ന, ഈ സ്വന്തം പക്ഷത്തിന് തോൽവി ഉണ്ടായതിൽ ഇങ്ങനെ അങ്ങേയറ്റം നിലംപറ്റി തോറ്റുപോകേണ്ടുന്ന അവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ഒരാളായിട്ടല്ല നമ്മൾ ഇയാളെ കാണേണ്ടത്. ഇയാൾ ഇതുപോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ BJP. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ എല്ലാം സംരക്ഷണം ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അത് കേന്ദ്ര സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നയാളാണ്. അവരുടെ ഇൻ്റലക്ച്വൽ സെൽ എന്ന് വെച്ചാൽ അവർക്ക് ബൗദ്ധികമായിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രം ശേഷിയുള്ള സംസ്ഥാനത്തെ കൺവീനറായിരുന്നു അതോർക്കണം നമ്മൾ. അപ്പോൾ അയാളാണ്. അപ്പോൾ BJP യഥാർത്ഥത്തിൽ ഞാൻ കരുതിയത് ഈ പ്രസ്താവന വന്നാൽ ഉടനെ BJP ഇതേക്കുറിച്ച് പ്രതികരിക്കണ്ടേ. നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനായുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഈ ഇപ്പോൾ നടക്കുന്ന CJPയുടെ സമരത്തെക്കുറിച്ച് എതിരഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സമരത്തോട് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് BJP RSS നേതാക്കൾ ഈ സമരത്തെ തള്ളിപ്പറയുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, നല്ല രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. അത് അവർക്ക് അവകാശമുള്ളതാണ്, അത് അവർക്ക് ചെയ്യാം. കാരണം അവരുടെ രാഷ്ട്രീയ പക്ഷത്തിനെതിരെ സമരം നടക്കുന്നു. അവരുടെ രാഷ്ട്രീയ ആംഗിളിൽ നിന്നുകൊണ്ട്, ലൈനിൽ നിന്നുകൊണ്ട് അവർക്ക് വിമർശിക്കാം. അതാണല്ലോ രാജ്യത്തിൻ്റെ സ്ഥിതി. പക്ഷേ ഇയാൾ ചെയ്തിരിക്കുന്ന അതല്ലല്ലോ, വിമർശമല്ല. ഇയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ സമരത്തിലുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണം, ശവം നിലത്ത് വീഴണം, കുറേ ശവങ്ങളെടുത്ത് മാറ്റണം, ബലാത്സംഗം ചെയ്യണം. കാരണം ആ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ പ്രത്യേകമായിട്ട് ഇടതുപക്ഷത്തുള്ള ഈ സ്ത്രീകളെ പ്രത്യേകമായിട്ട് തന്നെയും പറഞ്ഞ് ചില പരിഹാസ സ്ഥലത്തിലൊക്കെ പറഞ്ഞിട്ട് അവരെ ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം ചെയ്യുമ്പോഴും ചിലർ കൊല്ലപ്പെടും. അവരുടെ ശവം എടുത്ത് മാറ്റണം എന്നാണ് ഇയാൾ പറയുന്നത്. എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കി. എവിടെ എത്തി ഇയാൾ ഈ വർത്തമാനം പറയുന്നത്? എങ്ങനെയാണ് കേരളം പോലൊരു സ്ഥലത്ത് ഇയാൾക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകാൻ പറ്റുന്നത്? BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറായിരുന്ന
പിന്നെ എന്താണ് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ആയിരുന്ന ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരു വർത്തമാനം പറയാനുള്ള ഉത്തരവാദിത്തം നിശ്ചയമായിട്ടും ആ സംഘടനകൾക്കില്ലേ? ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ആയിരുന്നു ഹർഷ. ഭാരതീയ വിചാര കേന്ദ്രം എന്താണ്? നമ്മൾ പി പരമേശ്വരൻ എന്നൊരു നേതാവ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല, RSSകാർക്കൊക്കെ അറിയാം, പുറത്തുള്ള ആളുകൾക്ക് അറിയുമെന്നറിയില്ല. പി പരമേശ്വരൻ എന്ന് വെച്ചാൽ ഇവിടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് പി പരമേശ്വരനും EMS നമ്പൂതിരിപ്പാടും തമ്മിൽ ആശയവിനിമയവും ആശയ സംവാദവും നടന്നിരുന്നു. ഇവിടെ അപ്പോൾ ഇപ്പോഴുള്ളത്രക്ക് പോലും BJPക്കോ സംഘപരിവാര രാഷ്ട്രീയത്തിനോ വേരുകളോ ശക്തിയോ ഇല്ല. പക്ഷെ ആ കാലത്ത് പോലും ഈ പറയുന്ന അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ആശയതലത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമായിരുന്ന ആളാണ് പി പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ RSS രാഷ്ട്രീയത്തോട് താല്പര്യമൊന്നുമില്ലാത്ത ആളുകളാണെങ്കിലും RSS രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലാത്ത ആളുകളാണെങ്കിലും ഭാരതീയ വിചാര കേന്ദ്രം എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ തലപ്പത്തിരുന്ന ആളാണെന്ന് ഓർക്കണം. ഇൻ്റലക്ച്വൽ സെൽ, ഈ ബുദ്ധിജീവി, മഹാബുദ്ധിജീവി ഇതാണ്. അപ്പോൾ ഇയാൾ ഈ വർത്തമാനം പറഞ്ഞാൽ ആ നിമിഷം വന്ന് ഇതിനെ തള്ളിപ്പറയാനുള്ള ഉത്തരവാദിത്തം BJPക്കുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ അഭിപ്രായമല്ല കേട്ടോ ഈ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ സമരത്തോട് വിയോജിപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇയാൾ ഈ പറഞ്ഞ ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രത്തിൽ ഞങ്ങളുടെ മുൻ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് അറിയുന്നു, അതിനോട് യോജിക്കുന്നില്ല കേട്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഭാരതീയ വിചാര കേന്ദ്രത്തിനുമുണ്ട്. വി മുരളീധരൻ ഞാൻ അറിയില്ല എന്ന് ഇമാതിരി ഒരു തോന്നിവാസം അവരുടെ ഒരു മുൻ നേതാവും ഇപ്പോഴും ഇങ്ങനെ ഡയലോഗ് അടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ട് വി മുരളീധരനെ പോലെ ഒരാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ അറിയാത്ത ആളാണെന്ന് വേണോ നമ്മൾ വിചാരിക്കാൻ? വി മുരളീധരൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ആളാണ് വി മുരളീധരൻ. പോരാത്ത MLA ആണ്. അപ്പോൾ അദ്ദേഹം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പായിട്ട് പോവുകയാണ്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പായിട്ട് പോകേണ്ടുന്ന കാര്യമല്ല ഇത്. ഏതാൾക്കും ഇത് നരേന്ദ്രമോദിക്ക് നേരിട്ട് വന്ന് തന്നെയും എതിർക്കാവുന്ന കാര്യമാണ്. കാരണം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം, ആളുകളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണക്കാനുള്ളത്? ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവർ തള്ളിക്കളയാൻ മാത്രമേ ഉള്ളൂ. ഇത് ഉടനടി കേസെടുക്കുക, ആ കേസിനൊപ്പം എല്ലാവരും ചേർന്ന് കേൾക്കുക. എനിക്കിപ്പോഴും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെയും ഭാഗത്ത് അങ്ങനെ ഒരു നിലപാട് പെട്ടെന്ന് അവർ തന്നെ സ്വമേധയാ കേസെടുക്കുന്നതായിരുന്നു നല്ലത്. ഇപ്പോൾ ASF SFIയും ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയൊന്നും വേണ്ട, അന്തരീക്ഷത്തിലേക്ക് ഇത് വന്ന് വീണാൽ ഉടനെ തന്നെ സർക്കാർ ആക്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. RSSൻ്റെ സൈദ്ധാന്തികൻ എന്നാണ് ഇന്നിപ്പോൾ ഈ NDTV അടക്കമുള്ള ആളുകൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ പറഞ്ഞു, RSSൻ്റെ സൈദ്ധാന്തികൻ എന്ന്. RSSകാർ യഥാർത്ഥത്തിൽ ശരിയായിട്ട് RSSനോട് നല്ല താല്പര്യം സ്നേഹമുള്ള ആളുകൾ പറയേണ്ടത് ഞങ്ങളുടെ സൈദ്ധാന്തികൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് ശരിയാണ്. ഇപ്പോൾ വെടിവെപ്പ് നടക്കേണ്ട ഉത്തർപ്രദേശ് വെടിവെച്ചു, AK-47 വെച്ച് വെടിവെച്ചു. സ്ത്രീകളെ ലൈംഗികമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. നമ്മൾ ലാത്തി വെച്ചൊക്കെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ അത്തരം ദ്രോഹബുദ്ധിയുള്ള ആളുകളുണ്ട്. പക്ഷേ അതാകരുത് മുഖ്യധാരയിലെ ആൾ എന്ന് നിശ്ചയമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടതാണ്. കേരളം പോലൊരു സ്ഥലത്ത് ഇത് വന്ന് പറഞ്ഞു പോകാമെന്ന് TG മോഹൻദാസിന് ധൈര്യമായത് കഴിഞ്ഞ 12 വർഷക്കാലം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി എതിർ ശബ്ദങ്ങളെ പരിഹരിച്ച് വിടാൻ പറ്റുന്ന ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളുടെയൊക്കെ വലിയ സമൃദ്ധി ഉണ്ടായിരുന്നു. അതിലൊന്നിലിരുന്നിട്ടാണ് ഇയാൾ ഈ കാര്യം വിളിച്ച് പറഞ്ഞത്. പക്ഷേ ആ കാലം കഴിഞ്ഞു എന്ന് മോഹൻദാസിന് മനസ്സിലാക്കി കൊടുക്കാൻ ഉതകുന്ന നിയമപരമായുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നതാണ് ഈ പൊതുസമൂഹം ആകെപ്പാടെ എഴുന്നേറ്റ് നിന്നിട്ട് VD സതീശൻ സർക്കാരിനോട് പറയേണ്ടത്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറയേണ്ടത്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിച്ചിറങ്ങി നാളെ രാവിലത്തെ പത്രം വരുമ്പോഴേക്ക് അത്തരം നടപടികളിലേക്ക് അവർ കടക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടിസ്ഥാനപരമായി പ്രതിഷേധ സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള ഒരു അക്രമാഹ്വാനമാണ് അയാൾ നടത്തിയത്. അത് ഫാസിസമാണ്. അയാൾ ആഗ്രഹിക്കുന്നത് അതാണ്. അവിടെ നിന്നുകൊണ്ടാണ്, ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എപ്പോഴും ശരീരഭാഷ കൊണ്ടും ചില പ്രയോഗങ്ങളൊക്കെ കൊണ്ടും ബുദ്ധിയുള്ളയാളാണെന്ന് ചിലർക്ക് തോന്നിക്കത്തക്ക തരത്തിൽ പെരുമാറുകയും അത് കണ്ട് തെറ്റിദ്ധരിച്ച് ഭാരതീയ വിചാര കേന്ദ്രക്കാരെന്തോ ഭാരവാഹിത്വമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാളായിരിക്കാം അയാൾ. എന്തായാലും ബുദ്ധി എന്നത്, അയാളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ സമരഭൂമിയിൽ നിന്നുകൊണ്ട് സമരം നടക്കുന്ന സ്ഥലത്ത് സനീഷ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് ഒരു വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നത് നമ്മൾ കണ്ടില്ലേ? ആ മനോനിലയിൽ നിന്ന് ഒരു മാറ്റവും TG മോഹൻദാസിൻ്റെ മനോനിലയ്ക്കില്ല. അതേ മനോനിലയിൽ നിന്നുകൊണ്ടാണ് അയാൾ ഈ പറയുന്നത്. അത് അങ്ങനെ പോരാ, അതിലും കടുപ്പത്തിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സുമായാണ് ഇയാൾ ഇവിടെ ഇരിക്കുന്നത് കൊച്ചിയിൽ. അങ്ങനെയാണ് അയാളത് ആവശ്യപ്പെടുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അയാൾ അക്രമാഹ്വാനം നടത്തുകയാണ്. ഒരു തരത്തിലുമുള്ള ജനാധിപത്യ ബോധവുമില്ലാതെയാണ് ആ അക്രമാഹ്വാനം നടത്തുന്നത്. ഈ രാജ്യത്തെക്കുറിച്ച് അയാളുടെ സങ്കല്പം എന്താണെന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. മുമ്പ് ഈ തേജസ്വി സൂര്യ എന്ന് പറയുന്ന MP ഉണ്ടല്ലോ,
യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഞാൻ ഓർക്കുകയാണ്. അതായത് നിങ്ങൾ മോദിക്കൊപ്പമാണെങ്കിൽ ഇന്ത്യക്കൊപ്പമാണ്, മോദിക്കൊപ്പം അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പമല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MP ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ ഞെട്ടി. കാരണം അങ്ങനെയല്ലല്ലോ, ഈ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു സമ്മേളനമല്ലേ. ആ വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ കാര്യങ്ങളെ കണക്കാക്കേണ്ടത്. പക്ഷേ അത് ഇതിൻ്റെ ഒരു കുറഞ്ഞ വേർഷനാണ് ആക്കിയിട്ടത്. അതിൻ്റെ കൂടിയ വേർഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തരത്തിലുമുള്ള ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു വിഭാഗം ആളുകൾ അവർ ഈ മട്ടിൽ പെടുമ്പോൾ ഇത് നമ്മൾ അവിടെ കണ്ട ആ സ്വകാര്യ ഭാഗത്ത് രാത്രി കൊണ്ട് കുത്തിയ പോലീസുകാരൻ്റെ മനോനിലയിൽ ഇയാൾ ഇവിടെ ഇരിക്കുന്നു. ഇയാളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് മോഹൻദാസ് ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നിയത് ഇയാളുടെ അതേ ശബ്ദമാണല്ലോ ബംഗാളിലെ ഒരു സി ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകനും രണ്ടുപേരുടെയും ഒരേ ശബ്ദം. അതായത് അയാൾ പറയുന്നത് എന്താണ്, നിങ്ങൾ ഇന്തോനേഷ്യയിലും പാകിസ്ഥാനിലും BJP-യോടുള്ള ചോദ്യമാണ് കേട്ടോ. BJP-യോട് ഇവർക്ക് പ്രതിഷേധമാണ് ഇത് ഒത്തുതീർപ്പാക്കിയത്. TG മോഹൻദാസിനും പ്രതിഷേധമാണ്. മനസ്സിലായില്ലേ? ഈ മോദിയോട് പ്രതിഷേധമാണ്. മോദിയല്ല, ഞാനായിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇതാണല്ലോ അയാൾ പറയുന്നത്. അപ്പോൾ TG അവിടുത്തെ മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണ്, പാകിസ്ഥാനിലും എവിടെ ഇന്തോനേഷ്യയിലുമൊക്കെ കണ്ടില്ലേ ആളുകളെ വെടിവെച്ച് തള്ളി, ശവങ്ങളിങ്ങനെ ചെതറിക്കിടന്നു, അങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ, നിങ്ങളിത് ഒത്തുതീർപ്പിൻ്റെ വഴിയെ പോയില്ലേ എന്ന് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തനം നമ്മൾ കണ്ടു. അയാൾ അവിടുത്തെ വിചാര കേന്ദ്രത്തിൻ്റെ വല്ല നേതാവ് ആണോ എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ ഇവിടുത്തെ TG മോഹൻദാസ് ഈ മട്ടിൽ പരാമർശം നടത്തി. സനീഷ്, ഇതിപ്പം ഈ ശവങ്ങൾ പെറുക്കിയെടുത്ത് മാറ്റിയിടണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മനുഷ്യൻ എന്നുള്ള ആ രൂപത്തോടുള്ള നിന്ന തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനായി കാണാനായിട്ട് തയ്യാറല്ല എന്നുള്ളത്. അപ്പോൾ അത് സ്ത്രീകളെ എന്തെല്ലാം തരത്തിൽ അവഹേളിച്ചത്, ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിച്ച് നടക്കുന്ന സ്ത്രീകളാണ് അവിടെ സമരത്തിന് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ സമരത്തിൽ മാത്രമല്ല, പരിസ്ഥിതിയാണെന്ന് പറഞ്ഞ് ചിലർ മരത്തെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് പ്രത്യേക ആംഗിളിൽ ക്യാമറ വയ്ക്കും. ഇയാൾ സകല ആംഗിളിലുള്ള ക്യാമറ കണ്ണുമായിട്ടാണ്, ഇയാളെ കണ്ണ് ആ മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. നീലക്കുയിൽ കണ്ടിരിക്കുന്ന ആളാണ് ഫുൾ ടൈം. അതായത് എല്ലാ അർത്ഥത്തിലും സ്ത്രീകളോടുള്ള അടിസ്ഥാനപരമായ അപമാനം കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് അയാൾ അങ്ങനെയാണ്, അതാണ് അയാളുടെ മനോന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇയാൾക്ക് പരിചയമുള്ള ഇയാളുടെ സുഹൃത്ത് വലയത്തിലോ ഇയാളുടെ കുടുംബത്തിലോ ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരൊക്കെ കാണില്ലേ? പല അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണില്ലേ? പല അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ കാണില്ലേ? അവരോട് ഈ മനോനില വെച്ചാണോ ഇയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല എങ്ങനെയാണ് ഇയാളെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാവണം ഇയാൾക്കെതിരെ. ഈ സർക്കാർ അത് സ്വീകരിക്കുമെന്നാണ് ഞാൻ രമേശ് ചെന്നിത്തലയിൽ PD സതീശനിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. കാരണം ഇത് ഇങ്ങനെ കേരളത്തിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ല. കേരളത്തിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. കേരളം ഇങ്ങനെ ഒരു സമൂഹമല്ല കേരളത്തിൻ്റേത്. അവിടെ നിന്നുകൊണ്ട് ഈ സൈസ് വർത്തമാനം പറയാൻ പാടില്ല. അത് കേരളം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇയാളെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഭരണഘടനയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനമുണ്ടെങ്കിൽ ഇങ്ങനെ പരാമർശിക്കുമോ? ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വെടിവെച്ച് തള്ളാനായിട്ടും ശവം പെറുക്കി മാറ്റിയിടാനും ഈ ഭരണഘടന ഇവിടെ ഡിസെൻറ്റിനുള്ള അവകാശം തരുന്നുണ്ടല്ലോ, നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം തരുന്നുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവിടെ പോയി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. അപ്പോൾ ഈ രാജ്യം കണ്ട ഏറ്റവും അക്രമാസക്തമായ സമരമൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു സമരം, ഒരു വിദ്യാർത്ഥി സമരം, പക്ഷേ അതിനെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ സമരത്തെ പോലും ഇയാൾ കാണുന്നത് എങ്ങനെയാണ്? അതായത് ഏറ്റവും ഭരണഘടനാപരമായി എല്ലാ അർത്ഥത്തിലും സമാധാനപരമായി, ഇവിടെ ഇപ്പം ആയുധം എടുത്ത് പോരാടാനൊന്നുമല്ലോ പോയത്. ആകെ അവിടെ കുറച്ച് വിദ്യാർത്ഥികൾ തന്നെ, ഏറ്റവും പുതുതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പോയി ഇരുന്നിട്ട് എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ട് കരുത്തുള്ള, ശാരീരികമായി ചിലപ്പോൾ ദുർബലരായിട്ടുള്ള കുറേ പേര് പോയി അവിടെ ഇരുന്ന് സമരം ചെയ്തു. അവരെയാണ് വെടിവെച്ചും ബലാത്സംഗം ചെയ്തും ഇല്ലാതാക്കണമെന്ന് ഈ നരാധമൻ എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും ഇയാൾ പറയുന്നത്. എന്താ സംശയം? അതിനകത്ത് വേറൊന്നും നമുക്ക് പറയാനില്ല. കാരണം ഭരണഘടനയോടോ മനുഷ്യനോടോ പോലും ഒരു വിലയുമില്ലാത്ത ഒരാൾ, അയാളെ എന്താണ് നമുക്ക്, അതായത് ഏതെങ്കിലും തരത്തിൽ യുവതയോടോ പ്രതിപക്ഷത്തോടോ അതൊന്നും എന്താണെന്ന് തന്നെ ഇയാൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷം എന്താണെന്നോ, യുവത്വം എന്താണെന്നോ, ഈ പ്രതിരോധം എന്താണെന്നോ, സമരം എന്താണെന്നോ, ഭരണഘടന എന്താണെന്നോ, ഈ രാജ്യം എന്താണെന്നോ തന്നെയുള്ള ബോധമില്ലാതിരിക്കുന്ന ഒരാൾ
എന്നതിനപ്പുറത്ത് എനിക്കതിനെക്കുറിച്ച് വേറൊന്നും തോന്നുന്നില്ല. അല്ല, ഒരു കാര്യം ഹർഷ, അതായത് ഇയാളെ അനുകൂലിക്കുന്ന ആളുകളായിരിക്കണമെന്നില്ല കേട്ടോ BJP RS-കാരും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. സംഘപരിവാർ സൈദ്ധാന്തികനും ഈ പദവിയിലൊക്കെ ഇരുന്ന ആളാണെങ്കിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ അടുപ്പിക്കാത്ത ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷം തുപ്പുന്ന പരിപാടിയിലേക്ക് ഇയാൾ മാറിയത്. ഇപ്പം തന്നെ ഇമാതിരി വർത്തമാനമൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവർക്കാകപ്പാടെ, അതായത് ഈ സമരത്തെ എതിർക്കുന്ന ആളുകളാണ് BJP-യിൽ ബഹുഭൂരിപക്ഷം ആളുകളും. കാരണം സ്വാഭാവികമായിട്ട് ഈ സമരത്തിന് പിന്നെ അവരുടെ സർക്കാരിനെതിരാണല്ലോ സമരം. അവരുടെ ഒരു മന്ത്രിയെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടി വന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമരത്തെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ വർത്തമാനത്തിനൊന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല BJP. ഇയാളെ നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളൊക്കെ തന്നെയാണല്ലോ. നമ്മൾ പല ടെലിവിഷൻ ചർച്ചകളിലും നമ്മൾ ഈ ചർച്ച തൊഴിലാളി എന്നുള്ള റോൾ എടുത്തിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇയാളെ വിളിച്ച് ചർച്ച നടത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇയാളെ പ്രോത്സാഹിപ്പിച്ചത് ഈ ചാനലുകളൊക്കെ തന്നെയാണ്. അല്ല, അത് പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. അതായത് മുമ്പാണത്. ഇപ്പം ഇയാൾക്ക് കുഴപ്പം പിടിച്ച് ഈ ആള് കുറച്ച് റിലേ പോയിട്ടുണ്ടെന്ന് കണ്ടതിന് ശേഷം ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയ ശേഷം ഇപ്പോൾ ആ ചർച്ചകളിലൊന്നും ആദ്യം വരാറില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ സ്വന്തം യൂട്യൂബ് ചാനലിലേക്കൊക്കെ പോയത്. ആരൊക്കെയോ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന നിലയിലേക്ക് പോയത്. എന്തായാലും BJP എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു മുന്നേറ്റം ആരംഭിച്ചത് മുതൽ അതിനെതിരെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വ്യാപകമായിരുന്നു. പ്രധാനമായും സംഘപരിവാർ സൈബർ ഹാൻഡിലുകളാണ് ഇത്തരം ആക്ഷേപങ്ങളുമായി എത്തിയത്. തുടക്കത്തിൽ CJPയുടെ പേജുകൾ ഫോളോ ചെയ്യുന്നവർ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് എന്നായിരുന്നു ആക്ഷേപം. പിന്നീട് CJPക്ക് ഫണ്ട് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളാണെന്ന് വരെ പറഞ്ഞു വരുത്തി. ഇന്നിപ്പോൾ സനീഷ്, നമ്മളത് പരാമർശിക്കാതെ പോയൊരു വിഷയമാണ് ഈ ഓർഗനൈസറിൽ വന്ന ലേഖനം. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ തുടരാൻ യോഗ്യതയുള്ള സർക്കാരാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഏത് സർക്കാർ? കേന്ദ്ര സർക്കാർ. എന്താ കാരണം? ഡൽഹി തലസ്ഥാനത്ത് ചൈനക്കാരെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയല്ലേ. MA ബേബി ആണെങ്കിൽ ചൈനീസ് ചാരനായി മുന്നിൽ നിന്ന് നയിക്കുകയാണ് ആ പോരാട്ടത്തെ. എങ്ങനെയാണ് ഓർഗനൈസർ എഴുതിയിരിക്കുന്നത്? ആദർശം സജീവും ഐഷേ ഘോഷും ഒക്കെ ചൈനീസ് ചാരന്മാരായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഡൽഹിയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നു. അവരോട് ആരൊത്തുതീർപ്പാകുന്നു? ഈ സർക്കാർ ഒത്തുതീർപ്പാകുന്നു. എങ്ങനെയുണ്ട് ഇത്? ഓർഗനൈസർ എഴുതി വെക്കുകയാണിത്. എങ്ങനെ? ഇതാണ് ഇവർ ചൈനീസ് ചാരന്മാരാണ്, ഇവർ ചൈനീസ് എംബസിയിൽ പോയിട്ടുണ്ട്. അതായത് ഇവരെല്ലാം പരസ്പരം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കും അപ്പുറത്തുള്ള വേറൊരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് പരസ്പരം പഠിപ്പിക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അത് അർണബ് ഗോസ്വാമി എന്തു പറയും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ എന്തെങ്കിലും? അർണബ് ഗോസ്വാമിയാണ് പറഞ്ഞത് MA ബേബി സമരപന്തലിൽ പോയതിനു ശേഷം ചൈനീസ് എംബസിയിൽ പോയിരുന്നു. ഏത് ചൈനീസ് എംബസിയിൽ പോയത് ഈ പറഞ്ഞ ഇവരുടെ ഒരു അവിടുത്തെ ഇത് ആരും അറിയാതെ അതീവ രഹസ്യമായി പോകുന്ന ഒരു പോക്കല്ലല്ലോ. അത് സ്വാഭാവികമായി സംഭവിക്കുന്നവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ ആ തരം ക്ഷണം കിട്ടാറുണ്ട്, അവിടെ പോകാറുമുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി കാണാറുമുണ്ട്. ഇതെല്ലാം വാസ്തവമാണ്. അതിന് ശേഷമാണ് MA ബേബിയുടെ മുഖത്ത് വട്ടം വരച്ച് റിപ്പബ്ലിക് TV തുടർച്ചയായി കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 10-18 വിദ്യാർത്ഥികൾ, SFIയുടെ വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല സമരം ഒത്തുതീർപ്പാകുമ്പോൾ പോലും എന്നുള്ളത് ഓർക്കണം. അപ്പം അതാണ് അവിടുത്തെ സാഹചര്യം. അവർ ഈ വിഷയത്തിൽ തന്നെയാണ്, നീറ്റിൽ തന്നെയാണ് സമരത്തിൽ ഇറങ്ങി തിരിച്ചത്. അവരെല്ലാം ചൈനീസ് ചാരന്മാരാണ്. ഈ രാജ്യത്ത് മുഴുവൻ ചൈനയ്ക്ക് ഇത്രയും പ്രകമ്പനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കേന്ദ്ര സർക്കാർ രാജിവെക്കണ്ടേ? ഈ രാജ്യത്ത് ഇവിടെ മുഴുവൻ ഇത്രയും വിദ്യാർത്ഥികളെ എല്ലാം കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ, ഈ മോഹൻദാസ് ഒക്കെ അഭിപ്രായപ്പെടുന്ന തരത്തിലാണ് രാജ്യം തന്നെ പ്രതിസന്ധിയിലാണ്. അർണബ് ഗോസ്വാമിയും മോഹൻദാസും ഒക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, സർക്കാർ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത്. കാരണം തുടരാൻ യോഗ്യതയില്ല. കാരണം ചൈന ഇവിടെ മൊത്തം പിടിച്ചടക്കി കഴിഞ്ഞില്ലേ. എന്താണ് പിന്നെ മനസ്സിലാക്കേണ്ടത്? ഈ ഓർഗനൈസറിൽ വന്ന ലേഖനമൊക്കെ ഈ ആക്ഷേപത്തിൻ്റെ ബാക്കിയാണ്. എന്നാൽ ഇന്നേ വരെ കേട്ടത് ഏറ്റവും അധിക്ഷേപകരവും വൈകൃതം നിറഞ്ഞതുമായ പരാമർശങ്ങളാണ് ഈ TG മോഹൻദാസിൽ നിന്നുണ്ടായത്. സമരത്തിൻ്റെ ആവശ്യങ്ങളോടുള്ള എതിർപ്പുകളുടെ പേരിൽ അതിൽ പങ്കെടുത്തവരെക്കുറിച്ച് അങ്ങേയറ്റം അറപ്പ് തോന്നുന്ന രീതിയിലായിരുന്നു TG മോഹൻദാസിൻ്റെ പ്രതികരണം. ഇത്തരം വിദ്വേഷ പരാമർശങ്ങളെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം ഇത്തരം ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒട്ടും വൈകിക്കൂടാ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ഇടവേളയിലേക്ക്.